ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജസ്റ്റ് ഒന്ന് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പ്രീ സീസൺ ട്രെയിനിങ് ജൂലൈ 19 ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഡ്യൂറിൻ കപ്പിലേക്ക് വേണ്ടിയുള്ള ആ ഒരു ട്രെയിനിങ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളും ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് നേരത്തെ യങ് പ്ലേയേഴ്സിനെ മാത്രം അയക്കത്തുള്ളതാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ അങ്ങനെയല്ല, ഒരു മിക്സ്ചർ ഓഫ് പ്ലേയേഴ്സ് വെച്ചായിരിക്കും അവർ കളിക്കാൻ പോകുന്നത്. അത് യങ് പ്ലേയേഴ്സും കാണും, സീനിയർ പ്ലേയേഴ്സും കാണും, 2-3 ഫോറിൻ പ്ലേയേഴ്സും കാണുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും അവരുടെ ജേണി ജൂലൈ 19 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത സീസണിലേക്കുള്ള. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജേമി മക്ലാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും ജേമി മക്ലാരനെ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൗൺസ്മെൻറ്റ് എന്താ നടത്താതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സൈനിങ് ആണ്. സോ കുറച്ച് കാര്യങ്ങളോട് ഫിനിഷ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അടുത്ത ആഴ്ചയോടെ ആ ഒരു സൈനിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോർമിപ്പ റൂയിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് നമുക്കറിയാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഹോർമിപ്പ റൂയിയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോക്കുന്നുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനെന്ന്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോർമിപ്പ റൂയിയെ സെല്ല് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഹോർമിപ്പ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ വേറെ പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിനില്ല. റിസർവ് ടീമിൽ നിന്നും അങ്ങനെ നല്ല ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് പ്ലേയേഴ്സ് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഹോർമിപ്പനെ വിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്.